നിങ്ങളെക്കാട്ടി വൈബാണ് ശരിക്കുള്ള മഞ്ഞൾ ഓ ഉറപ്പായിട്ടും ഞങ്ങൾക്ക് വേറെ വൈബാണ്. വേറെ ആരൊക്കെ ഒന്നല്ല അടിച്ചിടാൻ പറ്റും, പക്ഷെ അവരടിച്ചിടാൻ ഒറിജിനൽ മഞ്ഞുമൽ ബോയ്സ് നമുക്ക് അടിച്ചിടാൻ പറ്റില്ല. 2006 ലാസ്റ്റ് പോകുന്നത്, അതിനുശേഷം ഒരു കൊടൈക്കനാൽ പോയിട്ടില്ല. അവർക്ക് എല്ലാവർക്കും ട്രോമയാണ് ഗുണാക്കിയ കൊടൈക്കനാൽ എന്ന് പറഞ്ഞാൽ. അതിനുശേഷം ഒരു കൊടൈക്കനാൽ വന്നിട്ടില്ല. ഞാൻ ഇല്ല, നിങ്ങൾ പോയിട്ട് വന്നാ പറഞ്ഞത്, പക്ഷെ ആള് പോയി കണ്ടു, സ്ഥലമൊക്കെ കണ്ടു. അഭിലാഷേടം പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊന്നും ചെയ്യാറില്ല, എനിക്ക് വേണ്ടി അല്ല ഇവരാണ് ചെയ്തു തന്നെ. പുള്ളിയെ കൊണ്ടുനടക്കുന്നത് ഇവരാ. ഗണപതിനെ കാണുകയാണെങ്കിൽ സീരിയസ്ലി ചോദിക്കാൻ ലൈക്ക് ഹൗ എങ്ങനെയാണ് ഈ കറക്റ്റ് കാസ്റ്റിംഗ് ഇത്രയും ആളെ പിക്ക് ചെയ്തത്? പുറത്തുള്ള ആൾക്കാർക്കൊന്നും ഇതിനെപ്പറ്റി വലിയ ധാരണ ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പൊ അവരൊക്കെ അത് കാണുമ്പോഴാണ് ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ടോ എന്നുള്ളത് അറിയണത്. മഞ്ഞുമൽ ഇവരുടെ ഫ്രണ്ട്സിനോട് തന്നെ ഇത് പറഞ്ഞാ വിശ്വസിക്കാത്ത ആൾക്കാരുണ്ട്. ഇത് പറഞ്ഞാ കണ്ണാടി എടുത്ത് വെച്ചേന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആ കണ്ണാടി എടുത്ത് വെച്ചപ്പോഴേക്കാണ് എല്ലാവരും അടിച്ചത്, ഓ ഇത് പുലിവാലി കല്യാണത്തിലെ വളവാണല്ലോ എന്നുള്ള സാധനം. അച്ഛന്റെ ഫേവറേറ്റ് ക്യാരക്ടർ ചട്ടമ്പിനാടിലെ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അച്ഛന്റെ ഒരു ക്യാരക്ടർ റീക്രിയേറ്റ് ചെയ്യാൻ ഒരു അവസരം ഒരിക്കലും ചെയ്യില്ല, ഒന്നും ചെയ്യില്ല, എല്ലേക്കൊന്നും പറ്റൊന്നുമില്ല ഒന്നും ചെയ്യാനായിട്ട്. എന്നെ ലേറ്റ് ആയത് ഫിലിമിലേക്ക് വരാന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വിളിക്കണ്ടേ നമുക്കിപ്പോ വന്നിട്ട് ഇപ്പൊ അച്ഛൻ പറഞ്ഞു മോനെ കേറുന്ന് പറഞ്ഞിട്ടുണ്ട്, അവർക്ക് കയറാൻ പറ്റൂലല്ലോ. നമ്മളെ തറവാട് വകയൊന്നുമല്ലല്ലോ സിനിമ. അച്ഛനെ ശരിക്കും ഞാനൊരു അഡ്വക്കേറ്റ് ആയിട്ട് സിറ്റിങ്ങിന് ഒരു 25 ലക്ഷം രൂപ വാങ്ങണ ഒരു അഡ്വക്കേറ്റ് ആണോന്നൊക്കെയാണ് ആഗ്രഹം. ഹായ്, ദിസ് ഇസ് മീനാക്ഷി, വെൽക്കം ടു സൈന സൗത്ത് പ്ലസ്. ഞാൻ ഇന്നലെ മഞ്ഞുമൽ ബോയ്സ് പോയി കണ്ടു. ആൻഡ് എനിക്ക് വേർഡ്സ് ഇല്ല ആക്ച്വലി എക്സ്പ്ലെയിൻ ചെയ്യാൻ. നിങ്ങൾ തിയേറ്ററിൽ പോയി മസ്റ്റായിട്ട് കാണേണ്ട ഒരു ഫിലിമാണ്, അത്രയും എനിക്ക് പറയാനുള്ളൂ. ഇന്ന് അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമ്മളോടുള്ളത് ചന്തു സലീം കുമാർ ആൻഡ് ഓൾസോ വിഷ്ണുവാണ്. ഹായ്. ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് നിറഞ്ഞു നിൽക്കുകയാണ് തിയേറ്റേഴ്സ് ഫുള്ള്. എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? ഇപ്പം എന്താ തോന്നുന്നത്? സന്തോഷം. അത് ഒബ്വിയസ്ലി കാണും, പക്ഷേ ഇതൊരു റിയൽ ലൈഫ് സ്റ്റോറി ആണെന്ന് ഇരിക്കെ അത് തരുന്ന ഒരു ഫീല് ഡിഫറെൻ്റ് ആണ്. നമ്മൾ നോർമലി ഒരു ഫിലിം പോയി കാണുന്ന പോലെയല്ല. ആ ഒരു ഇമോഷൻ ഇത് റിയൽ ലൈഫിൽ കുറച്ച് മനുഷ്യർ എക്സ്പീരിയൻസ് ചെയ്തതാണെന്ന് അറിയുമ്പോൾ നമുക്കത് തട്ടും കുറച്ചുകൂടി. അപ്പോൾ അത് വെച്ച് ഒരുപാട് എനിക്കറിയാം ഓഡിയൻസസ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്, ഒരുപാട് റെസ്പോൺസസ് വരുന്നുണ്ട്, റിയാക്ഷൻസ് വരുന്നുണ്ട്. വളരെ ഓവർവെൽമിംഗ് ആയിട്ടൊരു ഫീലാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, നിങ്ങൾ അവരെ നേരിട്ട് മീറ്റ് ചെയ്തിട്ടുള്ള ആളുകളാണ്, എന്താണ് ഇപ്പോൾ അവരുടെ റെസ്പോൺസസ് നിങ്ങൾക്ക് തോന്നുന്നത്? ഓഡിയൻസ് ഭയങ്കര അഭിപ്രായം പറയുന്ന പടത്തിനെ പറ്റിയിട്ട്. അതിപ്പോ ലാസ്റ്റ് ആകുമ്പോഴേക്കും നമ്മളെ ഒറിജിനൽ ബേസ്ഡ് ഓൺ ട്രൂ സ്റ്റോറി ആണെന്നുള്ളത് ചില ആൾക്കാർക്ക് അറിയത്തില്ല. ഇപ്പൊ എറണാകുളത്തുള്ള ആൾക്കാർക്കൊക്കെ അത്യാവശ്യം അറിയാവുന്ന കഥയാണ് നമ്മളെ, പക്ഷെ പുറത്തുള്ള ആൾക്കാർക്കൊന്നും ഇതിനെപ്പറ്റി വലിയ ധാരണ ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പൊ അവരൊക്കെ അത് കാണുമ്പോഴാണ് ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ടോ എന്നുള്ളത് അറിയുന്നത്. അത് ഒബ്വിയസ്ലി പടം കണ്ട ആൾക്കാർ അറിയാം അങ്ങനത്തെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് അറിയുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ഇത്. കാരണം അത്രയും വലിയൊരു സംഭവമാണ് പടത്തിൽ നടക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എല്ലായിടത്തും നടക്കുന്ന ഒരു കാര്യമല്ല. അത് താനത് പറഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ ഇത് അതെ, എനിക്കൊന്ന് പറഞ്ഞ് ഫലിപ്പിക്കാൻ പാടാണ്. ഇതിപ്പോ വിഷ്വലി നമുക്ക് കാണിച്ചു തരാൻ എന്താ ഹാപ്പൻ ചെയ്യുന്നത്. മഞ്ഞുമൽ ഇവരുടെ ഫ്രണ്ട്സിനോട് തന്നെ ഇത് പറഞ്ഞാ വിശ്വസിക്കാത്ത ആൾക്കാരുണ്ട്. പടം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുമ്പോ ഒരാളോട് ഇതിലുള്ള ഒരാള് പറഞ്ഞത് ഇങ്ങനെ, എടാ ഇതാടാ പറഞ്ഞത്, അതായത് ഇതായിരുന്നു സംഭവം, അതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഈ ശരിക്കും റിയൽ ലൈഫിലുള്ള മഞ്ഞുമൽ ബോയ്സ് ഇല്ലേ, അവര് പറയുന്നുണ്ട്, അതായത് ആസ് ക്യാരക്ടേഴ്സ് നിങ്ങൾ ആസ് ആക്ടേഴ്സ് നിങ്ങൾ പ്രസന്റ് ചെയ്തിരിക്കുന്നത് 100% ജസ്റ്റിസ് കീപ്പ് ചെയ്തിരുന്നത്. ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയ കോംപ്ലിമെന്റ് ആണ്. അതാണ് ഏറ്റവും വലിയ കാര്യം. അവരതിനെ അപ്രൂവ് ചെയ്യുന്നു. ആ ഫീലിംഗ് ആസ് ഇറ്റ് ഇസ് ഫിലിമിൽ ഉണ്ട് എന്ന് പറയുന്നത് അപ്രൂവ് ചെയ്യുന്നത്. എങ്ങനെയുണ്ടായിരുന്നു അവരുടെ കൂടെ ഉള്ള ആ ജേർണി? അതെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഭയങ്കര എളുപ്പമായിരുന്നു, കാരണം നമ്മൾ അവരുടെ കൂടെ തന്നെയായിരുന്നു. നമ്മൾ അവര് സിനിമ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ അവരായിട്ട് കമ്പനിയായി. പിന്നെ അവരുടെ കൂടെ കുറച്ചാൾ അവരുടെ കൂടെ നമ്മളെല്ലാവരും ബോയ്സ് എല്ലാവരും ഒരുമിച്ചുണ്ടാവും, അവരും വരും. അങ്ങനെ കൂടെ ഇങ്ങനെ ഒരുമിച്ച് ഇടപഴകി നമ്മള് അവരുടെ സ്വഭാവത്തിലേക്ക് തന്നെ എത്തി. അതെ, ഏകദേശം അവരും നമ്മൾ ഒരേ വൈബാണ്. പിന്നെ അങ്ങനെയാണ് കാസ്റ്റ് ചെയ്തത്. ഗണപതിയുടെ അത് സ്പെസിഫിക് ആയിട്ട് അപ്പൊ തന്നെ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണത്. നമ്മൾ ഓരോ എടുക്കുന്നത് നമ്മളിപ്പോ വെറുതെ ചുമ്മാ എടുത്തല്ല. നമ്മളെ ഇപ്പൊ എന്നെ ആണെങ്കിലും അഭിയേട്ടനായിട്ടുള്ള ഒരു സിമിലാരിറ്റിയുടെ ഓർത്തെടുത്താ, വിഷ്ണുവിനാണെങ്കിലും അങ്ങനെ തന്നെ കറക്റ്റ് ആ ഒരു ഇതുണ്ട്. എക്സാക്ട്ലി. അത് ഞങ്ങൾക്ക് റിയൽ മഞ്ഞുമൽ ബോയ്സിനെ മീറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടിയിരുന്നു സൈനയ്ക്ക്. അപ്പോൾ അത് ആ ഇന്റർവ്യൂ കണ്ടപ്പോഴാണ് എനിക്ക് ആക്ച്വലി അത് കണക്ട് ആയത്. ഞാനപ്പോൾ ഗണപതിനെ കാണുകയാണെങ്കിൽ സീരിയസ്ലി ചോദിക്കാൻ ലൈക്ക് ഹൗ എങ്ങനെയാണ് ഈ കറക്റ്റ് കാസ്റ്റിംഗ് ഇത്രയും ആളെ പിക്ക് ചെയ്തത്? അത് വലിയൊരു കാര്യം തന്നെയാണ്. ഇത്രയും പേര്, അത് ഇത്രയും നമ്പർ ഉണ്ട്. പിക്ക് ചെയ്യാന്ന് പറയുന്ന സില്ലി കാര്യമല്ല, അതും കറക്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി. സ്പെഷ്യലി പറയുകയാണെങ്കിൽ ബാലു വർഗീസ് ആളുടെ അതൊരു രക്ഷയില്ല. ആ ക്യാരക്ടർ ഭയങ്കര സിമിലർ ആണ്. കാസ്റ്റിംഗ് ഭയങ്കര പരിപാടിയായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മള് ഒരു വർഷം ഉണ്ടായിരുന്നു പ്രീ പ്രൊഡക്ഷൻ. അതിലൊരു 6 മാസം തന്നെ ഇങ്ങനെ പല ആൾക്കാരും ഇങ്ങനെ മാറിയൊക്കെ വന്നിട്ടുണ്ട്, ഡേറ്റ് ഇഷ്യൂ അങ്ങനെയുള്ള.
പക്ഷെ ഇത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഇത്രയും പേരെ കാസ്റ്റ് ചെയ്യാന്നുള്ളത്. ഗണപതിയും ശ്രീരാഗേട്ടനും നമ്മുടെ അസോസിയേറ്റ് ഡയറക്ടർ ഉണ്ട്, പുള്ളിയുടെ എടുത്തു പറയേണ്ടതാണ് ശ്രീരാഗേട്ടൻ്റെ കാര്യം. ശ്രീരാഗേട്ടനും ഇപ്പോഴും വർക്ക് ചെയ്തു. അതെ, ശ്രീരാഗേട്ടൻ ഇപ്പോഴും ശ്രീരാഗേട്ടന് ഒരു ആക്സിഡന്റ് പറ്റി, കൈക്കൊക്കെ മുറിവ് പറ്റി, എന്നിട്ടും പുള്ളി ഹോസ്പിറ്റലിൽ പോവാതെ പടത്തിന്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുക. കാല് സ്ലിപ്പായിട്ട് കാല് ജസ്റ്റ് ഇവിടെ ഒരു എന്തോ ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട്, നീരൊക്കെ ആയിട്ടിരിക്കുകയാണ്, എന്നിട്ട് ഇപ്പോഴും അത് ഓടിക്കൊണ്ടിരിക്കുകയാണ് എവിടെയൊക്കെ ആയിട്ട്. റിലീസ് കഴിഞ്ഞിട്ട് ഉടനെ യാത്ര പോകാനായിട്ട് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് വെച്ചേക്കാണ്, പക്ഷെ പോകാൻ പറ്റിയിട്ടില്ല, കാല് ശ്രീരാഗേട്ടനെ എടുത്ത് പറയണ്ട. അതെനിക്ക് തോന്നുന്നു ആ സിനിമ നിങ്ങളോട് എല്ലാവരോടും, ആ ക്രൂവിലുള്ള എല്ലാവരുടെ അടുത്തും അത്രയും ക്ലോസ് ആയിട്ട് ആ ഫിലിം നിൽക്കുന്നതുകൊണ്ടായിരിക്കും ഇത്രയും ഡെഡിക്കേഷൻ വരുന്നത്. തീർച്ചയായിട്ടും. അതെ, ഇപ്പൊ സുഷിൻ പറയുന്ന ഒരു സാധനം ആസിറ്റിസ് കോട്ട് ചെയ്യുകയാണെങ്കിൽ സുഷിൻ പറഞ്ഞിരുന്നു മഞ്ഞുമൽ ബോയ്സ് മലയാള സിനിമയുടെ സീൻ മാറ്റുന്നു. ആക്ച്വലി അത് ഹാപ്പൻ ചെയ്തു. ആ ഒരു ഹോൾ ജേർണി എനിക്ക് അറിയാൻ താല്പര്യമുണ്ട്, ഇത് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ളത്. എനിക്കൊന്ന് അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ. അപ്പോൾ അറിയായിരിക്കും കൂടുതൽ പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജസിലൊക്കെ നിന്നിട്ടുള്ളത് കൊണ്ട് എങ്ങനെയാണ് ഈ ഒരു ഐഡിയ പിച്ച് ചെയ്യുന്നത്, ഇത് സ്റ്റാർട്ട്? ഞാൻ ആക്ച്വലി 6 മാസം കഴിഞ്ഞിട്ടാണ് ജോയിൻ ചെയ്യണത്. അതിക്ക് മുന്നേ ഇവര് ഓൾറെഡി ഷോൺ, നമ്മുടെ പ്രൊഡ്യൂസർ ഷോൺ മഞ്ഞുമലുകാരനാണ് ശരിക്കും. അപ്പോൾ ഷോണിനാണ് ആദ്യമായിട്ട്, ഷോണിൻ്റെ ഫ്രണ്ട് ആരുമാണ് ഇങ്ങനെ അപ്രോച്ച് ചെയ്യണം, ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്നാണ്. അത് നേരെ സൗബിക്കടയിലെത്തുന്നു, സൗബിക്കടയിൽ നേരെ ചിതുവിനെ അത് പറയുന്നു. അത് പിന്നെ എല്ലാവരും എക്സൈറ്റഡ് ആണ് ചെയ്യാനുള്ള പരിപാടി. പിന്നെ ഇതെങ്ങനെ എക്സിക്യൂട്ടീവ് ചെയ്യും എന്നുള്ളതായിരുന്നു അടുത്ത ഒരു ടാസ്ക്. അത് എന്തോ ഭാഗ്യം കൊണ്ട് എല്ലാവരും കറക്റ്റായിട്ട്. ജാനമൻ ആണോ ഇതിനൊരു തുടക്കം എന്ന് പറയാൻ പറ്റുന്നത്? കാരണം ജാനമൻ ഫിലിമിലുള്ള ഒരുപാട് പേര് ഇതിനകത്തുണ്ട്. അപ്പോൾ അതിൽ നിന്നാണോ ഈ ഒരു ബോണ്ട് ക്രിയേറ്റഡ് ആവുകയും ഈ ഫിലിമിലേക്ക് എത്തുകയും ചെയ്തത്? എല്ലാവരും ഇങ്ങനെ ഇപ്പം ഞാൻ സൗബിക്കിനെ പരിചയപ്പെടുന്ന അന്നേ റസൂലിൽ വെച്ചിട്ടാണ്. ചിതു എനിക്ക് തോന്നുന്നു കമ്മട്ടി പാടത്തിൽ വെച്ചിട്ടാണ് ചിതു. അന്ന് മുതൽ ചിതു ഗണുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അതാണ് അവരൊരു അതെ ഇതൊക്കെ സംഭവിക്കാനുള്ള മെയിൻ കാര്യം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഉണ്ടാവും ഫ്രണ്ട്സ്. കുറച്ചുകൂടി എല്ലാവരുമായിട്ട് ക്ലോസ് ആയിട്ട് അറിയാവുന്നതുകൊണ്ടായിരിക്കും ഇത്രയും കറക്റ്റ് ആയിട്ട് എനിക്കൊന്ന് കാസ്റ്റ് ചെയ്യാൻ പറ്റിയത് ഈ ക്യാരക്ടേഴ്സുമായിട്ട് ബേസ് ചെയ്തിട്ട്. അത് നേരിട്ട് കാണുമ്പോഴാണ് അറിയുന്നത് ഈ ക്യാരക്ടേഴ്സിനെ റിവീൽ ആവുന്നത്. അവരൊരിക്കലും ആക്ട് ചെയ്യില്ലല്ലോ, അവര് മനുഷ്യന്മാരാണല്ലോ. അതെ, ഒരാള് ഒരാളെന്തോ പുറത്താണ്, അല്ല അവര് ഒരാൾ പുറത്ത് ദുബായിലെ പോളണ്ടിൽ എന്തോ ഒരാളുണ്ട്, പുള്ളി മാത്രമേ ഇല്ലാത്തുള്ളൂ, ബാക്കി എല്ലാ ബോയ്സും ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ടോ? ഒരാൾ ആക്റ്റീവ് എനിക്കറിയാമോ, എല്ലാവരും ഉണ്ട്. അത് കണ്ടിട്ടുണ്ടെങ്കിൽ പടം ഒന്നുകൂടെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. കറക്റ്റ് സ്ഥലങ്ങളിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും ഒരുമിച്ച് ഒരു ഫ്രെയിമിൽ വരുന്നുണ്ട്. അതെ അല്ലേ? ഓ വണ്ടർഫുൾ വണ്ടർഫുൾ. സലീം സർ ഇത് കണ്ടിരുന്നോ ഫിലിം? കണ്ടിട്ടില്ല, കാണാൻ പോകുന്നുണ്ട്. എന്തായിരുന്നു ഇതിപ്പോ റിവ്യൂസ് ഒക്കെ കേട്ട് കാണുമല്ലോ? ഭയങ്കര ഹാപ്പിയാണ്. അതെയോ, എന്ത് പറഞ്ഞു ആള്? നല്ല അല്ല, അങ്ങനെ പ്രത്യേകിച്ച് ഞങ്ങൾ അതിനെ പറ്റി സംസാരിച്ചില്ലിരുന്നുണ്ട്. അച്ഛനെ ഓരോരുത്തര് വിളിക്കുന്നുണ്ട്, അച്ഛനെ പടം കണ്ടിട്ട് വിളിക്കുന്നുണ്ട്. അപ്പൊ ഭയങ്കര ഹാപ്പിയാണ്. ആ ഒരു കണ്ണാടിയൊക്കെ വെച്ച് വരുന്ന ലുക്ക് ഉണ്ടല്ലോ. അല്ല, അത് ഞങ്ങൾ മനഃപൂർവ്വം ചെയ്തല്ല, അത് ഞങ്ങൾ ഇങ്ങനെ മാറി മാറി, അതായത് എല്ലാവരും പടത്തിലെല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട് പ്രോപ്പർട്ടീസ്. അങ്ങനെ വന്നപ്പോ ഇങ്ങനെ കറങ്ങി വന്നപ്പോ ചിതു പറഞ്ഞാ കണ്ണാടി ഒന്ന് എടുത്ത് വെച്ചേന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആ കണ്ണാടി എടുത്ത് വെച്ചപ്പോഴേക്കാണ് എല്ലാവരും കടിച്ചത്, ഓ ഇത് പുലിവാലി കല്യാണത്തിലെ വളവാണല്ലോ സാധനം. ഞാനിങ്ങനെ ചോദിക്കാം, അങ്ങനെ ഒരു ലുക്ക് കാണുമ്പോൾ നമ്മൾ ഒബ്വിയസ്ലി ഒരു കോമഡി ക്യാരക്ടർ ആയിരിക്കും പ്രതീക്ഷിക്കുക. അതുപോലെ അധികം ഡയലോഗ്സ്, ഒരു മൂവ്മെന്റ്സ് ആണെങ്കിൽ ഒരു വ്യത്യസ്തതയുള്ള ഒരു ജസ്റ്റേഴ്സ് ഒക്കെയാണ്. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ അതൊരു കോമഡി ക്യാരക്ടർ ആയിരിക്കും എന്നുള്ള സാധനത്തിലാണ് ഇത്. പക്ഷെ അത് ഫുള്ളി ഡിസ്ട്രോയ് ചെയ്തിട്ടൊരു ക്യാരക്ടർ ആയിരുന്നു. ആ ക്യാരക്ടർ ആളെ നേരിട്ട് അറിയാമല്ലോ, എന്ത് തോന്നുന്നു ആ ക്യാരക്ടർ കിട്ടിയപ്പോൾ ഉള്ള ഫീലിംഗ് എന്തായിരുന്നു? ക്യാരക്ടർ എനിക്ക് ഞാൻ ഇവരുടെ ഒരു ഡോക്യുമെന്ററി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു ഡോക്യുമെന്ററി ചെയ്തിട്ടുണ്ട് ഇതിനെ പറ്റിയിട്ട്, പടത്തെ പറ്റിയിട്ട്. എല്ലാവരും ഇന്റർവ്യൂസ് ഒക്കെ വെച്ചിട്ട് ഒരു ഡോക്യുമെന്ററി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് എനിക്ക് ആദ്യം കാണിച്ചു തരുന്നത്. ഞാൻ ഇവരെ മീറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഒരു 1.5 വർഷത്തിന് മുമ്പല്ലേ, 1.5 വർഷത്തിന് മുമ്പാണെന്ന് തോന്നുന്നു. 1.5 വർഷം ആയിട്ടുണ്ടാവും. അതിന് മുമ്പ് ആ സമയത്ത് ഇവര് വിളിച്ചു. അപ്പൊ എനിക്ക് ഫസ്റ്റ് ഡോക്യുമെന്ററി കാണിച്ചു തന്നു. അപ്പൊ തന്നെ എനിക്ക് കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ഇത് ഈ ക്യാരക്ടർ ആയിരിക്കുള്ളൂ. എന്നോട് പറഞ്ഞിട്ടല്ലേ ഇത് ക്യാരക്ടറാന്നുള്ളത്, ഇത് കാണാൻ പറഞ്ഞിരുന്നു. അപ്പൊ അത് കണ്ടപ്പോ മനസ്സിലായി ഇതായിരിക്കുള്ളൂ എന്നുള്ളത്. അപ്പൊ തൊട്ട് നമ്മള് പയ്യെ അതൊക്കെ ഒന്ന് കണ്ടു നോക്കി എന്തൊക്കെയായിരിക്കും എന്നുള്ളതൊക്കെ വാച്ച് ചെയ്തു. പിന്നെ ഇവരെ പോയി മീറ്റ് ചെയ്തു. അതോടുകൂടി എല്ലാം മാറി. പിന്നെ ഓക്കെ ആയിരുന്നു. പിന്നെ നമ്മളെ കമ്പനിക്കാരനെ തൊട്ടടുത്തിരിക്കും നമ്മളൊരു ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടിനെ നമുക്ക് അയാളുടെ ക്യാരക്ടർ പിടിക്കാനായിട്ട് വലിയ പാടുണ്ടാവില്ല. എന്റെ അടുത്ത് വിഷ്ണു പറഞ്ഞു നിങ്ങളെക്കാട്ടി വൈബാണ് ശരിക്കുള്ള മഞ്ഞൾ. ഓ ഉറപ്പായിട്ടും. അതിപ്പോ സിക്സൻ ചേട്ടനൊക്കെ ഇന്റർവ്യൂ ചെയ്തു. സിക്സൻ ചേട്ടനൊക്കെ വേറെ വൈബാണ്, ഒന്നും പറയാൻ പറ്റില്ല. നമ്മള് 2 ടീമും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ അവരായിരിക്കും. പിന്നെ
അവര് കൊണ്ടുപോകും. നമുക്ക് അവരെ അടിച്ചിടാൻ പറ്റില്ല, വേറെ ആരൊക്കെ ഒന്നല്ല അടിച്ചിടാൻ പറ്റും, പക്ഷെ അവരെ അടിച്ചിടാൻ ഒറിജിനൽ മഞ്ഞുമൽ ബോയ്സ് നമുക്ക് അടിച്ചിടാൻ പറ്റില്ല. ഈ ഇന്റർവ്യൂവിന്റെ സമയത്ത് ഓരോരുത്തരായിട്ട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ഞാനാണ് ഇന്ന ആളാണ് എന്റെ ക്യാരക്ടർ ചെയ്തതെന്ന് പറയുമ്പോൾ ചന്തു ചെയ്ത ആളില്ലേ, അതെ അതെ, ആള് ഇങ്ങനെ പേര് പറയുമ്പോൾ എല്ലാവരും കൂടെ കൈയടിച്ചിട്ട് പറയുന്നത് അയാളാണ് ഞങ്ങളുടെ ഹീറോ എന്ന് പറയുന്നത്. ശരിക്കും സീനിൽ ത്രൂ ഔട്ട് നമ്മൾ നോക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നു, ചന്ത് മാത്രം ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നു. അപ്പം എന്തോ ഒരു ട്വിസ്റ്റ് വരാനുണ്ടെന്ന് അറിയാം, പക്ഷെ എനിക്കൊന്ന് ആ ഒരു ഹീറോയിസം കറക്റ്റ് അതിൻ്റെ വേൾഡിൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഗൂസ് ബംസ് വരുന്ന ഒരു സാധനം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് അതിലോട്ട് എത്തിപ്പെട്ടത്, എങ്ങനെയാണ് അതിനുള്ള ബാക്ക്ഗ്രൗണ്ട് പ്രിപ്പറേഷൻസ് എങ്ങനെയായിരുന്നു? കാരണം ഇത്രയും റിയൽ ലൈഫ് സ്റ്റോറി ആയതുകൊണ്ട് അതിനുള്ള 100% ജസ്റ്റിസ് കീപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ആഗ്രഹം കാണും. ആ ഒരു ടൈമിലെ ഫീലിംഗ് എന്തായിരുന്നു? അല്ല, എല്ലാം ചിതുവിന്റെ, എല്ലാം പ്ലാൻഡ് ആണ്. ചിതു പ്ലാൻ ചെയ്ത സംഭവം അനുസരിച്ചാണ് ഈ പടം മൊത്തം പോയേക്കുന്നത്. എല്ലാം ചിതുവിന്റെ ഐഡിയ ആണ്, അല്ലാതെ വേറെ അങ്ങനെ പുറത്തുനിന്ന് ഒരു കോൺട്രിബ്യൂഷൻ ഒന്നും അധികം ഉണ്ടായിട്ടില്ല. ഈ പടത്തിൽ തന്നെ 4 ഡയറക്ടേഴ്സ് ഉണ്ട്, പക്ഷെ എന്നാലും അത് അവരാരും അതില് എന്താ ചിതുവിന്റെ ഒരു ഇതില് കൈയെടുത്തോ അങ്ങനത്തെ ഒരു പരിപാടി ഒന്നുമില്ല. നമ്മളെല്ലാവരും ചില്ല് മാത്രമേ ചെയ്താൽ ചിതുവിന് അത്ര മതി. അല്ലാതെ നമ്മൾ കൂടുതൽ അതിൽ ഇൻവോൾവ് ആയിട്ട് നമ്മൾ അത് ഇംപ്രൂവൈസ് ചെയ്ത് മറ്റേത് മറിച്ചതൊന്നുമില്ല. ചിതുവിന് അവിടെ ചെല്ലിരിക്കുക, നമ്മളെല്ലാവരും അവിടെ ഇരിക്കുക, ചിതു പറയുന്നത് ചെയ്യാത്തുള്ളൂ. എത്ര നാളുണ്ടായിരുന്നു ഷൂട്ടിന്റെ ഡ്യൂറേഷൻ? ഷൂട്ട് 1 വർഷം. ഇല്ല, ഷൂട്ട് 1 വർഷം ഏകദേശം ഷൂട്ട് ചെയ്തു നമ്മള്. വിഷ്ണു എങ്ങനെയാണ് മഞ്ഞുമലിലേക്ക് എത്തുന്നത്? ഞാൻ ആക്ച്വലി കമ്മട്ടിപ്പാടത്തിൽ വെച്ചിട്ടാണ് ചിതുവിനെ പരിചയപ്പെടുന്നത്. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങി നമ്മളെ ഭയങ്കര എപ്പോഴും വിളിക്കുന്ന ആൾക്കാരോ കാണുന്ന ആൾക്കാരൊന്നുമല്ല, പക്ഷേ ഇതിൽ ആ ഫോട്ടോസ് കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് ഇങ്ങനെ എടാ ഇവനെ വിളിച്ചാലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഗണുവാണ് എന്നെ വിളിക്കുന്നത്. അപ്പോഴൊന്നും എനിക്കറിയില്ല ഇതിനെക്കുറിച്ച് വലിയ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. നേരിട്ട് വന്ന് സ്റ്റോറിയൊക്കെ കേൾക്കുമ്പോഴാണ് കഥ പറഞ്ഞ്. അപ്പം ഞാൻ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അസിസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വിളിച്ചതെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഇത് സ്റ്റോറിയൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞതേ ഇത് നീയാണ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ പക്ഷെ ഇത്ര വലിയ ലെങ്തി ക്യാരക്ടർ ആയിരിക്കും ത്രൂ ഔട്ട് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതാണ് അതിന്റെ ഒരു സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കാസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ പടത്തിൽ. ശരിക്കും ആരാണെങ്കിലും കാസ്റ്റ് ചെയ്യാം. ഞാൻ അതായത് ഒരാഴ്ച മുന്നേ വരെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് എന്താണ് എന്നെ ചൂസ് ചെയ്തത്. കുറെ ഓപ്ഷൻസ് ഉണ്ട്, ഇവർക്ക് ആരെ വിളിച്ചാലും വരും. വിളിച്ചെന്നുള്ളൊരു സാധനമൊക്കെ ഉണ്ടായിരുന്നു. അതാണ് കാസ്റ്റിംഗിന്റെ ഒരു ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വിഷ്ണുവിനെ കാസ്റ്റ് ചെയ്തത് ആ റോളിന് കറക്റ്റ് ആയിട്ടുള്ള ആളെന്നുള്ള രീതിയിലാണ്. അതിപ്പോ വേറെ ആരാണെങ്കിലും കാസ്റ്റ് ചെയ്യാലോ. ഇപ്പൊ ജാനേമൻ കഴിഞ്ഞിട്ടുള്ള ചിതുവിന്റെ പടം എന്ന് പറയുമ്പോൾ ആരാണെങ്കിലും വെച്ച് അടുത്ത പടം ചെയ്യാം. പക്ഷെ നമ്മളെ തന്നെ വിളിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓക്കെ ആയിരിക്കും, ഇതിവൻ ചെയ്ത ഓക്കെ ആയിരിക്കും എന്നുള്ളൊരു സാധനം ഉണ്ട്. അതെ, കറക്റ്റ്. ഇതിൽ വേറൊരു സ്പെഷ്യൽ കാര്യം പറയാന്ന് പറഞ്ഞാൽ ഈ 11 പേരെയും ക്യാരക്ടേഴ്സ് പക്കയായിട്ട് ഡെലിവർ ചെയ്തിട്ടുണ്ട്. ലൈക്ക് അവരെ നമുക്ക് ഇൻഡിവിജ്വലി അറിയാം, ഓ ഇന്ന ആൾ ഇങ്ങനെയാണ്. ഇപ്പം വിഷ്ണുവിന് ചെയ്ത ക്യാരക്ടറിന്റെ പറയുകയാണെങ്കിൽ കുറച്ച് തെറിച്ച് നിൽക്കുന്ന, പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരു ക്യാരക്ടറാണ്. ആളെങ്ങനെയാണ് റിയൽ ലൈഫ് എങ്ങനെയാണ് ആള്? ഇതിന്റെ ഇരട്ടിയാണ്. പടയപ്പന്നൊക്കെ പറയില്ലേ, പടയപ്പന്നൊക്കെ പറയില്ലേ, ആളടിപൊളിയാണ്. ഇവര് ഭയങ്കര സ്നേഹമാണ് എല്ലാവർക്കും. അതാണ് അവരുടെ ഒരു മെയിൻ, അവരൊരു ബോണ്ട്. അത് തീർച്ചയായിട്ടും പറയാനുള്ള കാര്യമാണ്. ഇപ്പൊ അഭിലാഷേടം പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഞാനൊന്നും ചെയ്യാറില്ല, എനിക്ക് വേണ്ടി അല്ല ഇവരാണ് ചെയ്തതെന്നാണ്. പുള്ളിയെ കൊണ്ടടക്കുന്നത് ഇവരാ, ബോയ്സ് ആണ് പുള്ളിയെ നോക്കുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നതൊക്കെ. ഇപ്പൊ എവിടെ പോയാലും എല്ലാവരിലും ഒരു കണ്ണുണ്ടാവും. നമ്മള് ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഹാർഡ് കോർ ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറയുന്ന സംഭവം പൊതുവെ കുറവാണ്. ഉണ്ട്, എന്നാലും ഇതുപോലത്തെ ആൾക്കാര് ചിലപ്പോ ഉണ്ടാവില്ല. ഇവരങ്ങനെ ഡെയിലി കാണുന്ന ആൾക്കാരൊന്നല്ല യോജി മഞ്ഞുമൽ ബോയ്സ്. അവര് പക്ഷെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു സിനിമ ഉണ്ടാവും അവര് കണ്ടുകൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇവന് ഈ ഇൻസിഡന്റ് അവർ വീട്ടുകാർക്ക് പോലും അത്ര വിശ്വസിക്കാൻ പറ്റാത്തൊരു സംഭവം. പക്ഷെ ഇതാണ് ഈ ഫിലിം കാണുമ്പോൾ അതും രജിസ്റ്റർ ആവും. പ്രത്യേകിച്ച് എനിക്കൊന്ന് ഭാസിയുടെ അമ്മ ചെയ്ത ക്യാരക്ടർ, അത് ലാസ്റ്റ് പോയി കെട്ടിപ്പിടിക്കുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യാം, ആ വിഷമവും ലൈക്ക് എന്തോരം. പക്ഷെ എനിക്കൊന്ന് അവർക്ക് ഈ ഫിലിം കാണുമ്പോഴായിരിക്കും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുക, കാരണം വിഷ്വലി ഇത് പ്രസന്റ് ചെയ്യുകയാണല്ലോ. ഈ ഒരു ക്യാരക്ടർ വരുമ്പോൾ ഉള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് സൗബിക്കയുടെ ഒരു ഡ്രീം എന്ന് തന്നെ പറയാം ഈ മൂവിനെ. അത്രയും വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ്, ഇത്രയും വലിയൊരു കാസ്റ്റാണ് ഈ അപ്പം ഇത് ചെയ്യുമ്പോൾ മറ്റ് ഫിലിംസ് ചെയ്യുന്നതിൽ നിന്ന് വലിയൊരു ഡിഫറെന്റ് ഫീലിംഗ് ആയിരുന്നില്ലേ ഈ ഫിലിം ചെയ്യുമ്പോൾ? എനിക്കാണ് സൗബിക്കില്ലെങ്കിൽ പടം ഉണ്ടാവില്ല. അങ്ങനെ ഒരാള് പടം സംഭവിക്കാൻ സാധ്യതയില്ല. എന്ന് വെച്ചാൽ ആർക്കും അങ്ങനെ ഒന്ന് ഇത്ര വലിയൊരു കോസ്റ്റ് ആവുന്നുണ്ട്, ആണ് എടുക്കണത്. ആരുമില്ല, ഒരു സാറ്റലൈറ്റ് റൈറ്റ്സ് ഉള്ള ആൾക്കാരില്ല. അപ്പൊ ആളാണ് ഇതിന്റെ മെയിൻ ഒരു
അത്ര റിസ്ക് എടുത്തത് സൗബികയുടെ ഒരു ഒറ്റ ഇതില്ല. സൗബിക ഷോൺ ചേട്ടനെ അതെ തീർച്ചയായിട്ടും അത് വലിയൊരു കാര്യമാണ്. അത് അതിന്റെ റിസൾട്ട് കിട്ടിയിട്ട് ഉണ്ടെന്ന് തന്നെ പറയാം. ഇത് ഫുള്ള് സെറ്റ് ആയിരുന്നില്ലേ കേവ് ഫുള്ള്? അജയേട്ടന്റെ അത് ആർ ടീമിനെ പറഞ്ഞേ പറ്റുള്ളൂ. വണ്ടർഫുൾ വർക്ക്. അജയേട്ടന്റെ വർക്കാണ് അത്. അത് എവിടെയായിരുന്നു സെറ്റ് ഉണ്ടായിരുന്നത്? സെറ്റ് നമ്മൾ കാലടിയിലായിരുന്നു, ഒരു ഗോഡൌണിലാണ് സെറ്റ് ചെയ്തത്. ഓ ഗോഡൌണിലായിരുന്നു. അപ്പൊ നിങ്ങൾ ഗുണ കേവ്സ് ബാക്കി ഷൂട്ടെല്ലാം വേരുകള് മരങ്ങള് അവിടെ എല്ലാം അതൊക്കെ കൊടൈക്കനാലായിരുന്നു, ബാക്കിയെല്ലാം കൊടൈക്കനാലായിരുന്നു. അതെ എന്റെ അടുത്ത് റിയൽ മഞ്ഞുമ്പൽ ബോയ്സ് കൊടൈക്കനാലിൽ പോയ ഒരു എക്സ്പീരിയൻസിനെ പറ്റി പറഞ്ഞില്ലേ? 13 വർഷത്തിന് ശേഷം അങ്ങനെ ലാസ്റ്റ് പോകുന്നത്. അതിനുശേഷം ഒരു കൊടൈക്കനാൽ പോയിട്ടില്ല. നമ്മളുടെ പൂജയുടെ അന്ന് രാവിലെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യണതിന്റെ അന്ന് ആണ് തലേ ദിവസമാണ് അവരവിടെ എല്ലായിടത്തും പോയി. പിന്നെ അന്ന് പൂജയൊക്കെ കഴിഞ്ഞിട്ട് ഈ ആളെ കൊണ്ട് സുഭാഷിനെ കൊണ്ട് പോയി കണ്ട്. അവർക്ക് എല്ലാവർക്കും ട്രോമയാണ് കൊടൈക്കനാൽ എന്ന് പറഞ്ഞാൽ. അതിനുശേഷം ഒരു കൊടൈക്കനാൽ വന്നിട്ടില്ല. ആൾക്ക് ഭയങ്കര പേടിയായിരുന്നു അങ്ങോട്ട് പോകാൻ. ഞാൻ ഇല്ല നിങ്ങൾ പോയിട്ട് വന്നാണ് പറഞ്ഞത്. പക്ഷെ ആള് പോയി കണ്ടു, സ്ഥലമൊക്കെ കണ്ട്. നിങ്ങളുണ്ടായിരുന്നോ കൂടെ? നമ്മുടെ ഷൂട്ട് നടക്കുമായിരുന്നു. ഇപ്പൊ ഇതിൽ ഓരോ കാസ്റ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. എല്ലാവരും ഇങ്ങനെ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ച് ചന്തുവിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ സലിമേട്ടനെ കുഞ്ഞിലെ തൊട്ട് കാണുന്നു. ആ ആളുടെ മകൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ഇമ്പാക്ട് നമ്മളിങ്ങനെ എക്സ്പെക്ട് ചെയ്ത് ആന്റിസിപ്പേഷനോടെയാണ് കാണുന്നത്. അപ്പം അച്ഛന്റെ റിവ്യൂ, അച്ഛൻ കാസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞത് എല്ലാം അതൊക്കെ തമാശയുടെ ഇതിൽ പറയുന്നതാ. പിന്നെ ഇവര് എല്ലാ ചർച്ചകൾക്ക് അച്ഛൻ ഓരോ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അങ്ങനെ ഇത് നമ്മളെ തമാശ, നമ്മളെല്ലാം തമാശയായിട്ടാണ് ആൾക്കാരാണ്. ഇന്റർവ്യൂസ് സലീം കുമാർ സാറിന്റെ ഇന്റർവ്യൂസ് എടുക്കുകയാണെങ്കിൽ അത് ഫുൾ ഇങ്ങനെ ഫൺ എലമെന്റ്സ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. പേരിനെ പറ്റി പറയണ കഥയാണെങ്കിൽ 3-4 വട്ടം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കേട്ടിരിക്കും. ആ ഒരു അതുപോലെ സ്പെഷ്യാലിറ്റി ഉള്ളതാണ് ഈ ചന്തു സലീം കുമാർ എന്നുള്ള പേരും അല്ലേ. വീട്ടിൽ വിളിക്കുന്ന ഒരു പേരായിട്ടാണ് നമ്മളെപ്പോഴും ഈ ചന്തു എന്നുള്ള പേരിനെ കാണുന്നത്. ശരിക്കുള്ള പേര് ചന്തു സലീം കുമാർ തന്നെയാണ്. അതെ, അങ്ങനെ വീട്ടിൽ വിളിക്കുന്ന പേരൊന്നുമില്ല. മമ്മൂക്കയുടെ ലെജൻഡറി ക്യാരക്ടർ അല്ലേ ചന്തു. അങ്ങനെ ഇട്ട പേരാണോ? അങ്ങനെ ഇട്ടല്ല, അല്ല ചന്തു വടക്കമ്പാട്ട എന്റെ അനിയന്റെ ഒരു ആരോമൽ. അല്ല പടം കണ്ടിട്ടല്ല, എന്നാ ഫേമസ് ക്യാരക്ടേഴ്സ് ആണല്ലോ ഇവര്. അപ്പൊ അച്ഛന്റെ ഫേവറേറ്റ് ക്യാരക്ടർ എന്ന് പറയുകയാണെങ്കിൽ ഏതായിരിക്കും? അച്ഛൻ ചെയ്ത സിനിമയില് അങ്ങനെ ഇങ്ങനെ എനിക്കല്ലേ അത്യാവശ്യം ഇഷ്ടമാണ്. മായാവിലെ ശ്രാങ്ക്, പിന്നെ അച്ഛനകത്ത് വീട്ടിലെ സാമുവല്, അങ്ങനെ കുറെ പറയാനുണ്ടാവും. എന്റെ മനസ്സിൽ നിൽക്കുന്ന പ്യാരിയും മണവാളനുമാണ് കൂടുതലായിട്ടും നിൽക്കുന്നത്. അച്ഛന്റെ പിന്നെ എനിക്കൊരു എന്റെ ഫേവറേറ്റ് ക്യാരക്ടർ ഇവരല്ല, എനിക്ക് ചട്ടമ്പിനാടിലെ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അച്ഛന്റെ ഒരു ക്യാരക്ടർ റീക്രിയേറ്റ് ചെയ്യാൻ ഒരു അവസരം ചെയ്യില്ല, എന്നാലും ചെയ്യുവാണെങ്കിൽ ഏത് ക്യാരക്ടർ ആയിരിക്കും? എന്നെ കൊണ്ടൊന്നും പറ്റുമൊന്നുമില്ല അതൊന്നും ചെയ്യാനായിട്ട്. ആദ്യം ഫുള്ള് കോമഡീസ് ആണെന്നെങ്കിലും ലാസ്റ്റിലേക്ക് വന്നൊരു ഷിഫ്റ്റ് ഉണ്ട് ആളുടെ. അത് ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു. ആള് തന്നെ പറഞ്ഞിട്ടുണ്ട് അവാർഡ് കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ കോമഡി പടം ചെയ്യാൻ ആരും വിളിക്കുക, എവിടെ ആളെവിടെ കാണുന്നില്ല. അതെയോ? എങ്ങനെയായിരുന്നു ലൈഫ്? ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുകയാണ്. സലീം കുമാറിന്റെ മകനായിട്ട് ലാഫിംഗ് വില്ലയിൽ ഉള്ള ലൈഫ് എങ്ങനെയായിരുന്നു കുട്ടിക്കാലം ആൻഡ് ഓൾ? കുട്ടിക്കാലം അങ്ങനെ പ്രത്യേകതയൊന്നുമില്ല. ഞാൻ ആകെ എത്ര 3-4 സെറ്റിൽ ഇതുവരെ പോയിട്ടുള്ളൂ. ഇപ്പൊ ഇതാണ് അതിന്റെ 5ാമത്തെ ഫിലിം സെറ്റ് ഇതാണെന്ന്. അതിനു മുമ്പ് ലാലങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടങ്ങളുടെ സെറ്റിൽ മാത്രമേ നമ്മൾ പോകാറുള്ളൂ. കാരണം നമ്മൾ ഫാമിലി ആയിട്ട് അത്ര ക്ലോസ് ആണ് ലാലങ്ങളായിട്ട്. അങ്ങനെ അപ്പൊ ആ സെറ്റുകൾ മാത്രമേ നമ്മൾ പോകാറുള്ളൂ. അല്ലാതെ സിനിമാക്കാരായിട്ട് എനിക്ക് കണക്ഷൻ എനിക്ക് കൂടുതൽ എനിക്കറിയാവുന്നത് സിനിമയിലെ നടന്മാരല്ല, പ്രൊഡക്ഷൻ കൺട്രോളർമാരാണ്. അവരായിട്ടാണ് ഞാൻ കൂടുതൽ കമ്പനി. കാരണം അവരെല്ലാ ദിവസവും വീട്ടിലുണ്ടാവും, അച്ഛനെ കൊണ്ടുപോകാനായിട്ട് വന്ന് വീട്ടിലിരിപ്പുണ്ടാവും. അപ്പൊ അവരൊക്കെ ആയിട്ടാണ് കൂടുതൽ കമ്പനി. എനിക്ക് അറിയാത്ത പ്രൊഡക്ഷൻ കൺട്രോളർമാരില്ല, അവരായിട്ടാണ് കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് ഉള്ളത് എനിക്ക്. അങ്ങനെ പിന്നെ കുട്ടിക്കാലം എന്ന് പറയാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. സിനിമയിൽ വരാനുള്ള ആഗ്രഹം പണ്ടോട്ടെ ഉണ്ടായിരുന്നു? അതുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തന്നെയാണ് കേൾക്കുന്നത്. സിനിമ ഈ പ്രൊഡക്ഷൻ കൺട്രോളർമാരെ മാത്രമേ കൂട്ടുകാരായിട്ടുള്ളൂ. പിന്നെ വീട്ടിൽ വന്ന ആൾക്കാരൊക്കെ സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അവരുടെ കൂടെ തന്നെ ടൈം സ്പെൻഡ് ചെയ്യുന്നു. പിന്നെ അങ്ങനെ പിന്നെ എല്ലാ സിനിമ സംബന്ധമായിട്ടുള്ള നമ്മളെല്ലാം ചെയ്യുന്നത്. ഈ ലാഫിംഗ് വില്ല എന്നുള്ള പേരിട്ടത് അച്ഛൻ തന്നെയാണോ? അച്ഛൻ തന്നെ. അച്ഛന്റെ എല്ലാ കാര്യങ്ങളും അച്ഛൻ തന്നെ, അല്ലാതെ അച്ഛൻ വേറെ ആരുടെ ഒപ്പീനിയൻ ഒന്നും എടുക്കൊന്നുമില്ല. മഞ്ഞുമൽ ബോയ്സ് ഇപ്പൊ ഇറങ്ങിയിരിക്കുകയാണ്. നിങ്ങളുടെ നെക്സ്റ്റ് പ്രോജക്ട്സ് എന്ന് പറയുമ്പോൾ ഈ മഞ്ഞുമൽ ബോയ്സ് പോലെ ഒരു ഫിലിം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതിൽ ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും നോട്ടഡ് ആയ സ്ഥിതിക്ക് നിങ്ങളുടെ നെക്സ്റ്റ് പ്രോജക്റ്റ് എന്നുള്ളത് വലിയ ആന്റിസിപ്പേഷനിലൂടെ ആ ആൾക്കാർ നോക്കുന്നത്. പുതിയ പ്രോജക്ട്സ്, ഓൺഗോയിങ് പ്രോജക്ട്സ് ഇതിൽ ഹാപ്പൻ ചെയ്യുന്നുണ്ടോ? പുതിയ പ്രോജക്ട്സ് കുറച്ച് നടക്കുന്നുണ്ട്. എന്താ ലേറ്റ് ആയതോ ഫിലിമിലേക്ക് വരാൻ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ലേറ്റ് ആയതോ? അങ്ങനെ ആരെങ്കിലൊക്കെ വിളിക്കണ്ടേ? നമുക്കിപ്പോ വന്നിട്ട് ഇപ്പൊ
അച്ഛൻ പറഞ്ഞു മോനെ കേറുന്ന് പറഞ്ഞിട്ട് നമുക്ക് കേറാൻ പറ്റൂലല്ലോ. നമ്മളെ തറവാടൊന്നുമല്ലല്ലോ സിനിമ. അച്ഛനെപ്പോഴും പറഞ്ഞിട്ടുണ്ടോ ഫിലിമിൽ കേറാത്ത എന്താന്ന് ചോദിച്ചിട്ടുണ്ടോ? അച്ഛൻ ഫിലിമിൽ കേറണ എന്തിനാന്ന് ചോദിച്ചിട്ടുണ്ട്. കേറണ എന്തിനാന്നോ? അച്ഛന് ശരിക്കും ഞാനൊരു അഡ്വക്കേറ്റ് ആയിട്ട് സിറ്റിങ്ങിന് ഒരു 25 ലക്ഷം രൂപ വാങ്ങണ ഒരു അഡ്വക്കേറ്റ് ആണോന്നൊക്കെയാണ് ആഗ്രഹം. അതായിരുന്നു അച്ഛൻ്റെ ഒരു ആഗ്രഹം. അച്ഛൻ ആ ഒരു ലെവലിലാണ് എന്നെ കണ്ടിരുന്നത്. ഞാനിപ്പോ LLB ചെയ്യുന്നുണ്ട് അതിനു വേണ്ടിയിട്ട്. ആദ്യമായിട്ട് ഒരു ആള് റെക്കഗ്നൈസ് ഇത് എനിക്ക് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് ഭയങ്കര ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് എനിക്കറിയില്ല, ഞാൻ പക്ഷെ ഭയങ്കര എൻജോയ് ചെയ്ത് അത്ര ഹാർഡ് വർക്ക് ചെയ്ത് എനിക്ക് ചെയ്യാൻ പറ്റിയെന്നാണ് ഞാൻ. തീർച്ചയായിട്ടും അത് റിഫ്ലക്ട് ചെയ്യുന്നുണ്ടോ? നമുക്കൊക്കെ അഭിനയിക്കുക എന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. വിഷ്ണു അസിസ്റ്റന്റ് ഡയറക്ടർ ആയതുകൊണ്ട് ആ കാര്യങ്ങൾ നോക്കണം വിഷ്ണുവിന്. അതെനിക്ക് നമ്മുടെ വിഷ്ണുവിന് കുറച്ച് പണിയുണ്ട്. വിഷ്ണുവിനാണ് ഈ പടത്തെ പറ്റി കൂടുതൽ ധാരണയുള്ളത്. നമുക്കൊക്കെ വെറുതെ അവിടെ പോയി ഇരിക്കുക എന്നുള്ള പരിപാടിയേ ഉള്ളൂ. പിന്നെ നമ്മളുടെ കഷ്ടപ്പാട് വേറെയാണ്, വിഷ്ണുവിന്റെ കഷ്ടപ്പാട് അതിൽ കുറച്ചുകൂടെ കൂടുതലാണ്. അത് പക്ഷേ ഇതാണ് എല്ലാവരും എക്സ്പീരിയൻസ് ആണ്. പണി എടുക്കാന്നുള്ളൂ, പണി എടുത്തു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് ഉണ്ടാവും. തീർച്ചയായിട്ടും മഞ്ഞുമൽ ഒരു വലിയ ഷിഫ്റ്റ് തന്നെയാണ് എല്ലാവരുടെയും ലൈഫിലും. മാത്രമല്ല ഈ പടം അക്സെപ്റ്റ് ചെയ്തെന്നുള്ളത് ഭയങ്കര ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. എല്ലാവരിലേക്ക് ഇനിയും കാണാത്ത ആൾക്കാരുണ്ട്, അപ്പൊ അതൊക്കെ കാണട്ടെ എല്ലാവരും. അതെ, എല്ലാവരിലേക്കും എത്തട്ടെ. അവരൊരു ട്രൂ ഫ്രണ്ട്ഷിപ്പ് എന്തായിരുന്നു, അവർ കടന്നുപോയ സന്ദർഭങ്ങളും കാര്യങ്ങളൊക്കെ. തീർച്ചയായിട്ടും അത് റിയൽ ലൈഫ് എന്ന് പറയുമ്പോൾ അതിനത്ര ഇന്റൻസിറ്റി ഉണ്ട്. ഇറ്റ് ക്രിയേറ്റ്സ് എ ഹ്യൂജ് ഇമ്പാക്ട് ആക്ച്വലി. അതെ, തീർച്ചയായിട്ടും. അതിൽ കൂടി ഗോ ത്രൂ ചെയ്ത ആളുകൾക്ക് അതിന്റെ ഫീലിംഗ് മനസ്സിലാവൂ എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ആക്ച്വലി ഫിലിം കാണുമ്പോൾ നമുക്ക് അത് ഒരുപാട് അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും പറ്റിയില്ലെങ്കിലും ടു ഹ്യൂജ് എക്സ്റ്റെൻഡ് അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, ആ ഒരു ഇമോഷൻ ടേക്കിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്കും കരച്ചിൽ വരും, ലാസ്റ്റൊക്കെ ആകുമ്പോൾ നമ്മൾ കരയും. അത് വലിയൊരു സക്സസ് ആയിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. നമ്മളെല്ലാവരും കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, ഭയങ്കരമായിട്ടുള്ള കണക്ഷൻ ഉള്ള ബോണ്ടുള്ള ആൾക്കാരാണ് നമ്മളെല്ലാവരും. അപ്പൊ ഈ 11 പേരാണെങ്കിലും 11 പേര് ഡയറക്ടർ ചെയ്തു ഷൈജുക്ക എല്ലാവരുമായിട്ടാണെങ്കിലും ഷൂട്ട് നടക്കുമ്പോഴും നമ്മൾ ഭയങ്കര കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ നമുക്ക് തന്നെ ആക്ച്വലി നമ്മൾ കൊടൈക്കനാലിൽ ടൂർ പോയൊരു ഇതാ ഫീലാണ്. അപ്പൊ നമുക്ക് അവിടെ ചെന്നിരുന്ന് നമ്മളത് ചെയ്യുമ്പോ ശരിക്കും നമ്മളത് അതിലങ്ങ് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു നമ്മള്. നടികറിന്റെ പോസ്റ്ററൊക്കെ ഇപ്പൊ റിലീസ് ചെയ്ത് നിൽക്കുകയാണ്. അതിപ്പോ എല്ലാവരും കണ്ട് എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. കുറച്ച് നാളായിട്ട് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഫിലിമിനെ പറ്റി. ഇപ്പൊ പോസ്റ്റർ റിലീസ് വന്നിരിക്കുകയാണ്. എന്താണ് നടികറിനെ പറ്റി കൂടുതലൊന്നും പറയാറായിട്ടില്ല. നടികറിൽ ഞാനുണ്ട്, അത്ര എനിക്ക് പറയാൻ പറ്റും. നടികറിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? നടികറിലേക്ക് ഇതിന്റെ നടികരുടെ ഡയറക്ടർ ജീൻചേട്ടനാണ് നമ്മുടെ കൂടെ പടത്തില് ത്രൂ ഔട്ട്. നമ്മുടെ സ്റ്റാർ ജീൻചേട്ടനാണ് പടത്തില്. പടം ഫസ്റ്റ് ഹാഫ് ഒക്കെ ജീൻചേട്ടൻ തകർത്ത് വാരിയേക്ക. ജീൻചേട്ടൻ നടികർ മഞ്ഞുമ്മല് കണ്ട് അങ്ങനെയാണ് മഞ്ഞുമ്മലിൽ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്താണല്ലോ, അങ്ങനെയാണ് നടികറിലേക്ക് എത്തുന്നത്. ഞങ്ങൾ ഒരുമിച്ച് ആയിരുന്നു മഞ്ഞുമ്മലില് ഫുൾ ടൈം. ഇപ്പൊ ജീൻചേട്ടൻ എന്ന് പറഞ്ഞാല് മഞ്ഞുമ്മലിലെ ക്യാരക്ടറിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആള് ജീൻചേട്ടൻ. അതിലെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ സീനൊക്കെ ഇല്ലേ, ലൈക്ക് ആ ഒരു ഏരിയ ഇല്ലേ, ആ സീരിയസ് ആവുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, ആ ഏരിയയിലൊക്കെ ജീൻചേട്ടൻ ആ സീൻ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം ഒരു സീനിന്റെ പ്രോഗ്രഷൻ ഉണ്ടല്ലോ, അതൊക്കെ ജീൻചേട്ടനാണ് ഇത് ചെയ്യണത്. സ്പെസിഫിക്കലി ആ ലാസ്റ്റ് ഒരു സീൻ ഉണ്ടല്ലോ, അതല്ല അതിനെ പറ്റിയല്ലേ പറയുന്നത്, അതിന് മുമ്പുള്ള ഒരു പോർഷൻ ഉണ്ടല്ലോ, ആ പോർഷനിലൊക്കെ നമ്മള് സിധു ഇങ്ങനെ പറഞ്ഞു ഒരു പ്രോഗ്രഷൻ വേണം എന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്, എനിക്ക് അതിനെപ്പറ്റി വലിയ ധാരണയില്ല, ഈ പ്രോഗ്രഷൻ എന്താണെന്നൊന്നും നമ്മൾ അതിനെപ്പറ്റി ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല. അപ്പൊ ഞാനിങ്ങനെ പയ്യെ ചെയ്തു നോക്കി. അപ്പോൾ അത് ഓക്കെയാണ്, പക്ഷെ കുറച്ചുകൂടെ നന്നാക്കാതെ ജീൻചേട്ടൻ എടുത്തു എന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് തട്ടും, നിന്നെ സീനിൽ വന്നിട്ട് ജസ്റ്റ് ഒന്ന് തട്ടും, അപ്പൊ നീ റിയാക്ട് ചെയ്താൽ മതി എന്നുള്ള രീതിയില്ല. അപ്പൊ ആ സീൻ കണ്ടിട്ട് അറിയില്ല ഞങ്ങൾ എന്താ ചെയ്തേക്കുന്നതെന്നൊന്നും. പക്ഷെ ജീൻചേട്ടൻ വന്ന് തട്ടുമ്പോഴാണ് ഞാനത് ഷിഫ്റ്റ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഒരുപാട് രീതിയിൽ ഞങ്ങൾ മുകളിൽ ഒരുമിച്ച് പോയി നിൽക്കുന്ന പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ജീൻചേട്ടന്റെ ഒരുപാട് ഹെൽപ്പ് ഉണ്ടായിട്ടുണ്ട് എനിക്ക്. അങ്ങനെ ഇവരെല്ലാവരും കൂടെ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടാണ് നമ്മൾ പടം ചെയ്തേക്കുന്നത്. അങ്ങനെ നമ്മൾ ഒറ്റയ്ക്കുള്ള പരിപാടിയൊന്നും അല്ലത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ബോണ്ട്, ആ ഒരു എഫേർട്ടും ബോണ്ടും എല്ലാം അതിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്, നല്ലോണം കാണാനുണ്ട്. നിങ്ങളെല്ലാം കൂടി പെരുന്നാളിന് പോയ ഒരു കഥയും കൂടി എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. അതെ, മഞ്ഞുമ്മല് പെരുന്നാളിന് എങ്ങനെയുണ്ടായിരുന്നു? നമ്മളെ സംബന്ധിച്ച് അവരെയൊക്കെ ഒബ്സർവ് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരമാണത്. എങ്ങനെയാണ് അവർ റിയൽ ആയിട്ടുള്ള, അതായത് ഓരോ സ്വഭാവ രീതികളായാലും സംസാരം, അത് നമ്മൾ പഠിക്കണമല്ലോ എന്തായാലും. അവരെ പോർട്രേ ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും അത് അറിഞ്ഞിരിക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അങ്ങനെ അവരായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നത് തന്നെ ഭയങ്കര ഭാഗ്യത്തിനാണ്. എല്ലാവരും സാധാരണ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ള ടൈമുകളൊക്കെ നമ്മൾ മാക്സിമം യൂസ് ചെയ്തിട്ടൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മൾ ഭയങ്കര ആത്മാർത്ഥതയോടെ പോയിട്ട് അവരായിട്ട്
ഇതൊക്കെയാണ് നമുക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. അതെ, തീർച്ചയായിട്ടും തീർച്ചയായും. എന്തായാലും മഞ്ഞുമൽ ബോയ്സ് ആക്ച്വലി എല്ലാവരും സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫ്യൂച്ചർ പ്രോജക്ട്സും സെലിബ്രേറ്റഡ് ആവട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ ദ ടൈം.